ഹായ് കൂട്ടുകാരെ. അപ്പം നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്യാൻവാസ് എല്ലാം തീർന്നു പോയി. ഞാൻ നോക്കിയപ്പം എല്ലാം കടിച്ചു പറക്കി ഇട്ടൊക്കെ ഇല്ല. പിന്നെ ഒരു പഴയ കഷ്ണം കടന്ന് എടുത്തുകൊണ്ട് വന്നതാണേ. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകൾ വശം ഒന്ന് ലെവലാക്കാം. ലെവലാക്കിയിട്ട് കറക്റ്റ് 3.5 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞിരുന്നേ. ഡെപ്ത് 7 ഇഞ്ചും. നിങ്ങൾ 7 എടുക്കണമെന്നില്ല, 6 എടുത്താൽ മതി. പക്ഷേ എനിക്ക് 7 ഒട്ടും കൂടുതലല്ല, നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനൊരു ഇത് വെച്ച് വരയ്ക്കുമ്പം കറക്റ്റ് UV നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പാണ്. എന്നിട്ട് നമുക്കൊരു 1 ഇഞ്ചോളം അകലത്തിൽ ഇങ്ങനെ ഒരെണ്ണം അങ്ങ് വരയ്ക്കാം. കൈ കൊണ്ട് വരച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ നമ്മളൊരു വര പ്രത്യേകം വരയ്ക്കണം, വേർപെടുത്തി കളയാതിരിക്കണേ. അതെന്തിനാന്ന് ചോദിച്ചാൽ നെക്കകന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിത് നിങ്ങളിതുപോലെ ഒരു പിൻ കുത്താൻ മറക്കല്ലേ. പിൻ കുത്തിയിട്ട് കട്ട് ചെയ്യാവും. ആദ്യം നമുക്ക് ആ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അവിടം വരെ കട്ട് ചെയ്യാവൂ, കട്ട് ചെയ്ത് പോകരുതേ. എന്നിട്ട് ഇതെല്ലാം നമുക്ക് വേണ്ട പീസ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബ്രിഡ്ജ് വരച്ചേക്കുന്നതൂടെ കട്ട് ചെയ്തെടുക്കാം. എന്തിനാ ബ്രിഡ്ജ് വരയ്ക്കുന്നത് അറിയാമല്ലോ. നമ്മൾ നിവർത്തി വെക്കുമ്പോൾ കഴുത്തിൻ്റെ വിട്ട് മാറിപ്പോകാതിരിക്കാനാണ്. ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും സേഫ്. ഞാൻ അതിൻ്റെ ഷേപ്പ് കാണിക്കാം. ഇതാണ് നമ്മുടെ നെക്ക്. എൻ്റെ നല്ല വശമോ അഴുക്ക് വശമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് ഉണച്ചാന്നായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായോ? പഴങ്ങി പരുവായിപ്പോയി. അപ്പം ഞാൻ സ്ലിറ്റ് ഇത് ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ഫ്രില്ല് വെക്കാൻ വേണ്ടി എടുത്ത പീസിൻ്റെ 4 ഒരു പീസിൻ്റെ ഇത്ര ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നെക്ക് നമ്മുടെ പുറത്തോട്ട് അടിക്കാനാണ്. സാധാരണ നമ്മൾ നെക്ക് വെച്ച് അകത്തോട്ടല്ലേ അടിക്കുന്നത്. പുറത്തോട്ട് അടിക്കുമ്പോൾ നല്ല തുണി കിട്ടണം. അതിന് വേണ്ടിയാണ് ഈ ഡിസൈൻ ഇങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഞാൻ പശ വെച്ച് അല്ലെങ്കിൽ തേച്ചോ നിങ്ങൾ ചെയ്യണം. ഞാൻ പകരം ഒരു കൊച്ചു കള്ളപ്പണി കാണിക്കുകയാണ്. ആ മെഷീനെ വെച്ചൊന്ന് അടിച്ചെടുക്കുക. പക്ഷേ നിങ്ങൾ തേച്ചെടുക്കുന്ന എപ്പോഴും നല്ലത്. ഞാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് മെഷീനെ വെച്ചൊന്ന് അടിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം. നമുക്ക് പറ്റുമെങ്കിൽ പിൻ കുത്തി വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ എങ്ങനെ അടിക്കുന്നറിയാവോ? ക്യാൻവാസ് ഉറപ്പിക്കാൻ വേണ്ടി അടിച്ച അടിയായിരുന്നു. ഞാൻ മറന്നുപോയ കാര്യം. ക്യാൻവാസ് ഉറപ്പിച്ച് നടുക്കൂടെ അടിച്ചാൽ കേട്ടോ. ഇനി എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് വീതം വിട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ അടിച്ച അടിപ്പ് നമുക്ക് ലാസ്റ്റ് ഊരി കളയണം കേട്ടോ. മേൽവശം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇത്രയും മനസ്സിലായാലും നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ നോക്കി നമുക്ക് സെൻറ്ററിലൊരു കട്ടിടണം. ഇനി അരികെ ഞാൻ മടക്കി അടിക്കുകയാണേ. വലിയ സ്റ്റിച്ചിട്ടാണ് ഞാൻ ക്യാൻവാസിൻ്റെ മുകളിലൂടെ മുമ്പേ അടിച്ചത്. അത് മാറ്റി ചെറിയ സ്റ്റിച്ചിട്ട് നമുക്ക് തയ്ക്കാം. ഇപ്പം ക്യാൻവാസ് നമ്മൾ ശരിയായിട്ട് ഫിറ്റ് ചെയ്തു. അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെ ശ്രദ്ധിച്ചോണേ. നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് പുറത്തോട്ടല്ലേ മടിക്കുന്നത്. ഇത് തിരിച്ചാ ബാക്ക് വശത്താണ് നമ്മൾ വെക്കേണ്ടത്. മോശം വശത്തോട്ടാണ് നമ്മൾ ക്യാൻവാസ് വെക്കുന്നത്. ഇതിൻ്റെയും നെക്കിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാർക്കിടുന്നു. ആ കറക്റ്റ് മാർക്കിലേക്ക് വേണം നമുക്ക് ഇതിൻ്റെ സെൻറ്ററും വെക്കാൻ. ശ്രദ്ധിച്ച് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ് ഇത് തിരിച്ച് എടുക്കുന്നത്? മുൻപിലോട്ടാണേ. അപ്പോൾ അത് നോക്കി ചെയ്യണേ. ഇത് രണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക. വെച്ചിട്ട് ഒന്ന് മാറിപ്പാതിരിക്കാൻ വേണ്ടി അവിടെ ഞാനൊരു ചെറിയൊരു ഒന്ന് അടിച്ച് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അല്ല നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് ഈ ഒരു വശത്തൊന്ന് തയ്ച്ച് വരുമ്പം മാറിപ്പോവും. അതുകൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്റർ കറക്റ്റ് സെൻറ്ററും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഒരുപോലെയാണോ നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ഇതിലെ കൂടെ നമുക്കൊരടിപ്പോടെ അടിക്കാം. സെൻറ്ററിലൂടെ അതാ ഏറ്റവും കറക്റ്റ്. സെൻറ്ററിലൂടെ നമുക്കൊരടിപ്പ് ഇവിടം വരെ. അതും വലിയ കാണി ഇടുവോ ചെറുതാണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കറക്റ്റാണോ നോക്കി ചെയ്യണം അതെ. അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് കോണിച്ചു പോകും. എന്തിനാ അവിടെ അടിച്ചെന്ന് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടി അടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഉരുക്കളയും. ഇനി നമുക്കിവിടം തൊട്ട് ക്യാൻവാസിൽ മുട്ടാതെ
ഇവിടെ മുതൽ ക്യാൻവാസിൽ മുട്ടാതെ എന്നാൽ അതിൻ്റെ അരികിലൂടെ കൃത്യമായിട്ട് തയ്ച്ച് ഈ വിയേഡ് ഷേപ്പിൻ്റെ ഇവിടെ കൊണ്ട് കുത്തി നിർത്തി തിരിച്ച് തയ്ക്കാം. ഓക്കെ, നമുക്കിനിയും ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അവിടെ അടിപ്പ് അങ്ങ് പോയില്ലേ. ഇനി നമുക്ക് ബാക്കി ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ആ വി ഷേപ്പിൻ്റെ അവിടെ നെക്കൽ സ്റ്റിച്ചൊക്കെ ഉള്ളാതെ നല്ലൊരു കട്ട് വേണം, എന്നാലേ ഇത് ശരിക്കും മറിഞ്ഞ് വരത്തുള്ളൂ. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് കണ്ടോ, പുറത്തോട്ട് തിരിച്ചപ്പം നമ്മുടെ ശരിക്കും ഈ നെക്ക് എങ്ങോട്ട് വന്നു, നമ്മുടെ നല്ല വശത്തോട്ട് വന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ പതിച്ചടിക്കാം, ഇങ്ങനെയും ചെയ്യാം, തിരിച്ചു വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പതിച്ചടിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ അങ്ങ് ചെയ്യുക. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ അടിപ്പ് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ അവിടെ കാണാവുന്ന അടിപ്പ്, അതുകൊണ്ട് അത് വൃത്തിയായിട്ട് ചെയ്യണേ. ഇനിയും അതിനൊക്കെ മുമ്പോട്ട് വെച്ചിട്ട് നമുക്ക് ഒരടിപ്പോടെ അടിക്കാം. ഇപ്പോഴേ മനസ്സിലോർത്ത് നമുക്കിവിടെ ചെറിയൊരു ലേസ് വെച്ചാൽ എന്നാ കുഴപ്പം. അല്ല, നെക്കിൻ്റെ ഡിസൈനും ഈ തുണിയുടെ ഡിസൈനും ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് തിരിച്ചറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഇതൊരു ചെറിയ എന്നാ ഒരു ക്രീം കളറാണ്, പ്യുവർ വൈറ്റ് അല്ല. ഇതിൻ്റെ അരികെ ഇങ്ങനെ അങ്ങോട്ട് ഏതായാലും നമുക്കൊരു അടിപ്പുണ്ട്, ആ അടിപ്പിൻ്റെ സൈഡിലോട്ട് വെച്ച് നമുക്കങ്ങ് തയ്ച്ചാൽ അതൊരു ഫാഷനുമായിരിക്കും, ഒരു രസവുമായിരിക്കത്തില്ലേ. കണ്ടോ, ഇങ്ങനെ നമുക്കങ്ങ് തയ്ച്ചു പോവാം. അരികിലൂടെ ക്യാൻവാസ് കൂടെ തയ്ക്കുന്നത്. ആ വിയുടെ ഷേപ്പിനോട് വരുമ്പോൾ ഒരു കുനിപ്പ് അവിടെ എക്സ്ട്രാ ഇട്ടേക്കണം. കുഞ്ഞു ഫ്രില്ല് പോലെ കുഞ്ഞൊരെണ്ണം മടക്കി കൊടുക്കണം, എന്നാലേ നമുക്ക് തിരിച്ച് മറുവശത്തേക്ക് പോകുമ്പോൾ അത് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ഈ പ്രാവശ്യം ഞാനേ ക്യാമറ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ടേബിളിൽ തന്നെയാണ്. സാധാരണ നിലത്ത് വെച്ചായിരുന്നു ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നല്ലപോലെ കാണാമായിരുന്നു എന്ന്. ഞാൻ പക്ഷേ മൊത്തം ഇങ്ങനെ ചെയ്തു പോയി. നമ്മുടെ നെക്ക് ഫിനിഷായി. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, കണ്ടോ, വൃത്തിയായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ആ നടുക്കൂടെ വന്നേക്കുന്ന ഒരു അടുപ്പ് കണ്ടോ നിങ്ങൾ, ആ അടുപ്പ് നമുക്ക് അഴിച്ചു കളയണം. ഇനിയും ഞാൻ ചെയ്യുന്നത് ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടി ആ മിച്ചം ഉണ്ടായിരുന്ന തുണിയിൽ നിന്നും 2 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസ് ഇതുപോലെ കൂട്ടിച്ചേർത്ത് നടുക്കത്തെ ജോയിൻ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു സൈഡ് ഞാൻ മടക്കി അടിക്കുകയാണേ. ഒരു സൈഡ് മടക്കി അടിച്ച് നമ്മുടെ ഈ സ്ട്രിപ്പ് നല്ല ഒരേ അളവിലായിരിക്കണേ, എങ്കിലേ നമുക്ക് തിരിച്ചടിക്കുമ്പോൾ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും ഇങ്ങനത്തെ ക്രോസ് പീസ് വെച്ച് നൈറ്റിയുടെ ഫ്രണ്ട് വശം, നല്ല നൈറ്റിയോ നല്ല ചുരിദാറിൻ്റെയോ ഒക്കെ ഫ്രണ്ട് വശം ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ട് തിരിച്ചടിച്ച് മെഷീനിൽ അടിച്ചെടുക്കരുത്, കൈ കൊണ്ട് തയ്ക്കണം. ഇത് പക്ഷേ ഞാൻ മെഷീനിൽ അടിക്കാം, കാരണം ബാക്ക് പാർട്ട് ആയതുകൊണ്ട്. ഒരേ അളവിൽ നമുക്ക് ചുറ്റിനും എല്ലായിടത്തും ഒരേ അളവിൽ നമുക്കിതങ്ങ് തയ്ച്ച് പിടിപ്പിക്കാം. എക്സ്ട്രാ ഉള്ള കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തയ്യലേ കൊള്ളാതെ കുറച്ച് കട്ടിട്ട് കൊടുക്കാം. ക്യാൻവാസിനൊക്കെ കാണിക്കാമോ എന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു. ഞാൻ ക്യാൻവാസിനൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇട്ട് തന്നു, ക്യാൻവാസിനൊക്കെ തന്നെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് പോയി നോക്കണേ. ക്യാൻവാസ് ഷാലി റോസ് ചാനലിന് അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ക്യാൻവാസിനൊക്കെ ഒന്നുകൂടെ കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് കാണാം. നിങ്ങളിൽ പലരും പല വീഡിയോയും കാണുന്നില്ലെന്നുള്ള പ്രത്യേകത കണ്ടോ.
അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അത് അകത്തോട്ടാക്കി അടിക്കുന്നില്ല. കാരണം ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇപ്പോൾ തയ്ച്ച് വെച്ച ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ നെക്ക് ഒളിപ്പിച്ച് തയ്ക്കത്തില്ലേ, ഇവിടെ ഒളിപ്പിക്കാനൊന്നുമില്ല, കുഞ്ഞൊരു പടിയേ ഉള്ളൂ. എന്നാലും അതിനെ ഇങ്ങനെ ബാക്ക് പാർട്ടിൻ്റെ ആ അകത്തോട്ട് മടക്കി തയ്ക്കാനുള്ള പടിയെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമുക്കങ്ങ് രണ്ടടി പഠിക്കാം. ഞാൻ പറഞ്ഞു വന്നതേ, ഞാനിടുന്ന വീഡിയോസ് പകുതി കാണുന്നില്ല നിങ്ങൾ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണം. എന്നിട്ട് ആ ഒരു ബെല്ലൈക്കനുണ്ട് അവിടെ, ആ ബെല്ലൈക്കനുണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അല്ല എപ്പോഴെങ്കിലും വാച്ച് ലേറ്റർ എന്നുള്ള ആ ഓപ്ഷൻ കൊടുത്താൽ എപ്പോഴെങ്കിലും കണ്ടാൽ മതി. ഇപ്പം കാണാൻ സമയമില്ല, വൈകുന്നേരം കിടക്കാൻ നേരത്തോ അല്ലെ ഫ്രീ ആയിട്ടിരിക്കുമ്പം കാണണമെന്നുണ്ടെങ്കിൽ അന്നേരം വാച്ച് ലേറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് കയറിയും വരും, അല്ലെ കാണുകയും ചെയ്യും. അങ്ങനെ കണ്ട നമ്മൾ തയ്ച്ചു. രണ്ട് വശവും നമ്മളങ്ങനെ വൃത്തിയായിട്ട് തയ്ച്ചു. ഇനി എന്നാന്ന് ചോദിച്ചാൽ ഈ ചെറിയ പടിയെ നമുക്ക് അകത്തോട്ട് വെച്ച് അങ്ങ് തയ്ക്കാം. അപ്പോൾ അവിടെ നല്ല വൃത്തിയായിട്ടിരിക്കും. മെഷീനിൽ തന്നെ അങ്ങ് തയ്ച്ചെടുക്കുവാണേ. അതുപോലെ തന്നെ ഈ ഒരുപാട് പഴയ വീഡിയോയുടെയൊക്കെ വന്നിട്ട് അളവ് ചോദിച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറുപ്പക്കാരിയൊന്നും അല്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ, ഞാൻ മറന്നു പോകും. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയി നോക്കണം ഏതാ ചെയ്തേക്കുന്ന വീഡിയോ നോക്കി വേണം നമുക്കതിന് ആൻസർ പറയാനുണ്ട്. എനിക്കതുകൊണ്ട് അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരും. എന്നെക്കൊണ്ട് പറ്റുന്നതും എനിക്ക് മനസ്സിലാകുന്ന ചോദ്യങ്ങളുടേതും ഞാൻ പറഞ്ഞു തരും. അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. കണ്ടോ, ബാക്കിനേക്കും ഫ്രണ്ടിനേക്കും മൊത്തം തയ്ച്ചു കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കഴുത്ത് വരുന്നത്. ഫ്രണ്ട് കഴുത്തും തയ്ച്ചു, ബാക്ക് കഴുത്തും തയ്ച്ച് ഫിനിഷ് ചെയ്തു. ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കുടുക്കക്കൈ. അപ്പോൾ നമുക്ക് ഇവിടെ മുതലേ ഞൂറിച്ചിടാം. കാരണം അതുപോലെ എടുത്ത് 15 ഇഞ്ചെങ്ങാണ്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് ചെറിയ ഞൂറിച്ചിലിട്ട് നമ്മളിവിടെ മുതലേ ചെറിയ ഞൂറിച്ചിലിട്ട് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഈ ചെറിയ ത്രെഡ് കട്ടറോ ഉപയോഗിച്ചോ എന്നതിലും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനം വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഞൂറി വിടാം. ഇപ്പം ഞാൻ ഞൂറ് മെഷർ ഒന്നും ചെയ്ത് വെക്കുന്നില്ല. ഒരു ഊഹത്തിന് ഞാൻ രണ്ടിടത്തും രണ്ടിലും ഇട്ട് വെക്കുക. നമുക്കെന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തേക്കാം. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ സ്വല്പം വെട്ടിക്കളയാനുണ്ട്, നമുക്ക് തയ്ക്കുമ്പം ചെയ്യാമെന്ന്. എന്നിട്ട് ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ശ്രദ്ധിച്ചതുകൊണ്ടോ ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം ഇച്ചിരി ഒന്ന് എടുത്ത് കളഞ്ഞു, കൈ കുഴിച്ചു വെട്ടി. എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തി വെക്കുകയും ചെയ്തു. നമുക്ക് ഇതും കൂടി അതുപോലെ തന്നെ ഒന്ന് ഞൂറി വിട്ടെടുക്കാം. ചിലർ തയ്ക്കുന്ന സമയത്ത് ഞൂറ് വിടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ഞൂറ് വെള്ളമുകൊണ്ട് നമുക്കത് മെനക്കേടായിരിക്കും. ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ തയ്ക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. കൂടുതൽ വേണമെങ്കിൽ ഇനിയും കൊടുക്കാം. ഇനി അല്ല ഇത് കൂടിപ്പോയെങ്കിൽ ഒരു 100 അഴിച്ചു വിട്ടാൽ മതിയല്ലോ. ഇത് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ പിടിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കുക, ഇങ്ങനെ വെക്കുമ്പോൾ 2 കൈ ഒരുപോലല്ലേ വരുന്നത്. അപ്പം നമ്മൾ ഏതായിരിക്കും വെട്ടിക്കളയേണ്ടത്? ഫ്രണ്ടല്ല. ഇതിപ്പോൾ ഞാൻ നോക്കിയേ, ഞാൻ എക്സ്ട്രാ വെട്ടുന്ന ഏതാ നോക്കിയേ, താഴത്തെ ഭാഗമായിരിക്കും. മാറിപ്പോകല്ലേ. മുൻവശം വെട്ടിയാൽ എന്നാ പറ്റും? 2 കൈയും ഒരേ വശത്തായി പോകും. അവിടെ ഞാനൊരു അടയാളം കൊടുക്കുകയും ചെയ്തു, ഫ്രണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കണ്ടേ? നമുക്ക് ഇലാസ്റ്റിക് കൊടുത്തേക്കാം. ഇപ്പം തന്നെ തയ്ച്ച് കഴിഞ്ഞ് ഇലാസ്റ്റിക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇലാസ്റ്റിക് കൊടുത്തിട്ട് തയ്ക്കുന്നത്. അതറിയാൻ വേണ്ടി ഞാൻ ഇലാസ്റ്റിക്കിനെ മാക്സിമം വലിച്ച് നമ്മുടെ തുണിയുമായിട്ട് വെച്ച് നോക്കി. എത്ര ഇഞ്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എത്രയാ? 12 ഇഞ്ച് കേട്ടോ. അപ്പം ഏതാണ്ട് എൻ്റെ വണ്ണം ഒരു 36 ഇഞ്ച് 38കാർക്കൊക്കെ 12 ഇഞ്ച് ധാരാളം മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ മാക്സിമം വലിച്ചു പിടിക്കണം. മാക്സിമം വലിച്ചു പിടിച്ചിട്ടാണ് ഇലാസ്റ്റിക് തയ്ക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇലാസ്റ്റിക്കാണ്. അതിൻ്റെ ഒരു വശത്തൂന്ന് നമുക്കിങ്ങനെ തയ്ക്കാം. കണ്ടോ, മാക്സിമം വലിച്ചു പിടിക്കണേ, അല്ലേ ഞുറിവ് കിട്ടത്തില്ല, കൈ അയവായിട്ട് കിടക്കും. അപ്പം പിന്നെ നമ്മൾ കയറ്റി അടിക്കേണ്ടി വരും. കണ്ടോ, ആ തുണിയോട് കൂടി ചേർത്ത് ഞാൻ മൊത്തം നീളം വലിച്ചു പിടിച്ച് തയ്ച്ചു. ഇനിയും തിരിച്ച് ഒന്നുകൂടെ തയ്ക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ കൈയുടെ തേരുവശം മടക്കി അടിച്ചിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല ഡിസൈൻ പോലെയാണ് തേരിൻ്റെ സൈഡ് നിൽക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. നല്ല ഭംഗിയുണ്ട് അങ്ങനെ നിൽക്കുന്നത് കാണാൻ. നോക്കിക്കേ, നമ്മുടെ കുടുക്കക്കൈ റെഡി. എളുപ്പമായില്ലേ?
അതുപോലെ രണ്ടാമത്തേതിലൂടെ ഞാൻ ഇലാസ്റ്റിക് വെക്കട്ടെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തേത് മുമ്പത്തെ പോലെ തന്നെ 12 ഇഞ്ച് അളന്ന് എടുക്കാം. ആദ്യമേ തന്നെ 12 ഇഞ്ച് അളന്നെടുത്തിട്ട് നമുക്ക് വലിച്ചു വെച്ച് ഒന്ന് തയ്ച്ചാൽ മതി. തയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയല്ല, ഞാനിത് വലിച്ച് തയ്ച്ചപ്പോൾ ഉണ്ടല്ലോ 1/2 ഇഞ്ചോളം എനിക്ക് മിച്ചം വന്നു. ഞാനതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പണി എന്നാ, നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നമുക്ക് സ്ലീവ് വെച്ച് പിടിപ്പിക്കാം. ബോഡി പാർട്ടിൻ്റെ ആം ഹോൾ നിങ്ങൾ നോക്കി, ഇത് പ്രത്യേകിച്ച് വെട്ടാനൊന്നുമില്ല. തന്നെയല്ല ഷോൾഡറൊക്കെ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു സ്വല്പം പോലും വ്യത്യാസമൊന്നുമില്ല. അപ്പം നിങ്ങൾ നോക്കണം. ഞാൻ എന്നെ നോക്കുന്നത് മനസ്സിലായോ? തയ്ച്ച് വരുമ്പോൾ ഫ്രണ്ട് വശത്ത് ഞാൻ വെട്ടിയില്ലേ കൈക്കുഴി, ഫ്രണ്ട് വശം കൈക്കുഴി വെട്ടിയത് ഫ്രണ്ടിൽ തന്നെയാണോ വരുന്നത് നോക്കി ആ സ്ലീവ് വേണം നമുക്ക് സൈഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. സാധാരണ ഞാൻ സെൻറ്ററിൽ നിന്ന് നോക്കും. ഇതതിൻ്റെ ആവശ്യമില്ല. ഞുറിവുള്ളതുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് തയ്ച്ച് പോകാം. ഒന്ന് നോക്കണം നിങ്ങളെ, തയ്ച്ച് അങ്ങ് പോകുന്നതിന് മുമ്പ് തന്നെ സെൻറ്റർ ഭാഗവും ഒരുപോലെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഞൂറ് വിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഞുറിച്ചിൽ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് നോക്കുവാണേ. കണ്ടോ, പോരാ. ഇവിടെ 1-2 ഞൂറ് വിട്ടിട്ട് കൊടുത്താലേ നമുക്ക് ശരിയായിട്ട് വരത്തുള്ളൂ. ഇവിടെ കൊണ്ട് ഞുറിവ് തീർന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, കണ്ടോ നമ്മുടെ കൈ കൂടുതലല്ലേ, അപ്പം നമുക്കിവിടെ 2-3 ഞുറിവും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം ഒന്നിച്ച് തയ്ച്ച് ഒരു അടിപ്പൂടെ അടിക്കാം. ഇങ്ങനെ ഒരു അടിപ്പൂടെ വൃത്തിയായിട്ട് അടിഭാഗം ചുളുങ്ങാതെ നോക്കി അടിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതാ നമ്മുടെ കൈ. ഇനി നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ അടുത്ത ഭാഗം തയ്ക്കാം. കാണിക്കണ്ടല്ലോ, വീഡിയോ ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്ത് വിടട്ടെ. ഇനി നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഞാൻ ചെയ്യാൻ പോകുന്നതേ, ഇപ്പം ഞാൻ ഫ്രില്ല് പിടിപ്പിക്കുന്നത് നമുക്ക് പല സൈസ് ചെയ്യാം. ഇനി അടിയിൽ 2 ഭാഗത്തും ഫ്രില്ല് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കൈ തൊട്ട് അടിച്ചാലും മതി. ഞാൻ പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ അങ്ങ് തോന്നി, കൈ തൊട്ട് അടിച്ച് ഞാൻ താഴെ വരെയും കൂട്ടി അങ്ങ് ചേർക്കുക. കണ്ടോ, താഴെ വരെ നമുക്കൊന്നിച്ച് തയ്ച്ച് പോകാം. നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഞാൻ കൊച്ചിന് വേണ്ടി എടുത്തേക്കുന്ന അളവിൻ്റെ അത്രയും കയറ്റി അടിക്കുന്നില്ല. ഇച്ചിരി കള്ളത്തരം ഉണ്ട് ഇതിനകത്ത്. സ്വല്പം ലൂസ് ഇട്ടാണ് ഞാനിത് അടിച്ചെടുത്തേക്കുന്നത്. എന്തിനാണെന്നറിയാമോ? രണ്ടാമതൊരു ട്രിപ്പോടെ അടിച്ചേക്കാം അതിലൂടെ തന്നെ. ബുദ്ധിയുള്ളവർ പറഞ്ഞോ എന്തിനാന്ന്. അങ്ങനെ രണ്ടാമത്തെ ഭാഗം കൂട്ടി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം. കണ്ടോ, നോക്കിക്കോണേ. അതേ കൂടെ വരച്ചേക്കുന്ന വരയുടെ അത്രയും കയറ്റി ഞാൻ അടിക്കുന്നില്ല. സ്വല്പം നീക്കി അടിക്കുന്നു. ഒരു കഷ്ടിച്ച് 1/2 ഇഞ്ച് നീക്കി അടിക്കുന്നത്. എന്തിനാന്ന് അറിയാവുന്നവർ പറഞ്ഞോ. എന്തിനായിരിക്കാം? നമുക്കൊന്ന് ഇട്ട് നോക്കണ്ടേ? ഇട്ട് നോക്കി നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കണ്ടേ ഇത് കൊള്ളാവോ? നിങ്ങൾ തയ്ച്ച് വെച്ചാൽ മതിയോ? തയ്ച്ചാൽ ഇട്ടാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? അതുകൊണ്ടാണ് ഞാൻ നീക്കി അടിച്ചത് കേട്ടോ. കൊച്ചിന് വേണ്ടി തയ്ച്ചതാണ്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഫ്രില്ല. നമുക്ക് ഫ്രില്ലിന് വേണ്ടി 4 പീസുണ്ട്. 4 പീസിൻ്റെയും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് നമുക്ക് 2 അടുപ്പ് വീതം അടിച്ച് എല്ലാം കൂട്ടിച്ചേർക്കാം. 4 പീസും കൂട്ടിച്ചേർത്തു. ഇനി ഞാനുണ്ടല്ലോ ബായ്ക്കാണ് ഇത് എഴുതി വെക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ കൂട്ടിച്ചേർത്ത ഭാഗം ബാക്കിൽ വരട്ടെ. ഇവിടെ കിട്ടിയോ? 1 പീസ് ചെറുതല്ലായിരുന്നോ? അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എന്നിട്ട് നമ്മൾ ആകെയുള്ള തുണിയെ 2ആയിട്ട് കയ്യിൽ മടക്കി നോക്കുമ്പോൾ എന്തേലും ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ മുതൽ ഞാനൊരു അടയാളം കൊടുത്തിട്ട് ഞുറിവ് വിടുക. കാരണം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഞുറിവ് കൂടുതലും ഒരു ഭാഗത്ത് ഞുറിവ് കുറവും വരരുത്. എന്നിട്ട് നമ്മളിങ്ങനെ ഞുറിവിട്ടിട്ടിട്ട് നമുക്കങ്ങ് പോകാം. ചിലരിങ്ങനെ നൂല് വലിച്ച് വലിയ കാണിയിട്ട് തയ്ച്ചിട്ട് വലിച്ച് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എളുപ്പം ഇതാ. കാരണം നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എന്തേരെ ഞുറിവ് വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഫുള്ള് ഞുറി വിടുവാണേ. ഇനിയിപ്പം നമ്മളിങ്ങനെ ഞുറി വിട്ടിട്ട് തയ്ക്കുമ്പോഴും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഴിച്ചു വിടാം. കുറവാണെങ്കിൽ ആ സമയത്ത് 2-3 ഞുറി വിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നോക്കി നമുക്ക് മൊത്തം ഞാൻ ഫ്രില്ല് ഇടുകയാണേ. അപ്പോൾ ഇത് കണ്ടാൽ പോരാ, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ തയ്ക്കണം. തയ്ച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം. കണ്ടോ, ഇവിടെ ഞാൻ വരയിട്ടേക്കുന്നത് ഒരു ഭാഗം വരെയുള്ള തുണി കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് തയ്ക്കുമ്പോഴും ഒരു ഐഡിയ കിട്ടുമല്ലോ.
എന്നിട്ട് ഞാനേ അത് മൊത്തം കാണിച്ചില്ലേ, ഞാനിനി അടി ഇപ്പം തന്നെ അങ്ങ് മടക്കി അടിച്ചേക്കാം. ഉരുട്ടി തയ്ക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല ഉരുട്ടി തയ്ക്കാൻ സംവിധാനമുണ്ട് നമുക്ക്. പക്ഷേ ഞാൻ കുഞ്ഞിതായിട്ട് മടക്കി അടിക്കുക. നമുക്ക് ആവശ്യത്തിന് ഇറക്കമുണ്ട്, നീളം ഉണ്ടല്ലോ. അപ്പോൾ ഫുൾ ഫ്രില്ല് നമ്മളിങ്ങനെ അടിച്ച് വെക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, അടിച്ചു കഴിഞ്ഞ് നമുക്ക് കൂട്ടി അടിച്ച് കഴിഞ്ഞ് പിന്നെ തയ്ക്കാൻ പോകണ്ടല്ലോ. അല്ലെ നമ്മുടെ തുണിയുമായിട്ട് മുഴുവൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് വലിച്ചെടുത്ത് തയ്ക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തയ്ക്കാമല്ലോ. അതുകൊണ്ടാണേ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് അടിച്ചെടുക്കുക. ഇനി നമ്മുടെ ബോഡി പാർട്ടും കണ്ടോ, ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഫ്രില്ലിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിത് ഫുൾ അങ്ങടിക്കാം. നോക്കണം നിങ്ങൾ, കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണേ. തയ്ച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രണ്ടിലൊന്ന് പതിച്ചടിക്കുക. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ തന്നെ 2 അടി പഠിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് തയ്യൽ തുമ്പ് മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ നൈറ്റിയുടെയൊക്കെ യോഗ് പാർട്ട് അടിക്കത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് ചേർത്തടിക്കുക. അത് നല്ലതാണ്, കാണാനും നല്ലതാണ്. ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മളിതിപ്പോൾ ഫിനിഷ് ചെയ്യും. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ, കയറുമോയെന്ന് അറിയത്തില്ല, നോക്കാമല്ലേ. അപ്പം പ്രായമായാലും നമുക്ക് ഇടാമല്ലേ. നമ്മുടെ ചുരിദാർ നൈറ്റി ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. നോക്കിക്ക്, വയസ്സാകാലത്തും കൊടുക്കൈ ഉണ്ടോ, നെക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് തയ്ച്ച് നോക്കുക. താങ്ക് യു.